അടുത്തേക്ക് കുറെ നടക്കാനുണ്ടോ? നമ്മൾ പെരുങ്കളിയാട്ടത്തിന് വന്നിരിക്കുകയാണ്. മുച്ചിലോട്ട് കളിയാട്ടത്തിന് വന്നിട്ടുള്ളത് അമ്മ, അച്ഛൻ. എവിടെയാ കളിയാട്ടം? ഏത് മുച്ചിലോട്ട് കളിയാട്ടം? വായിക്കോട്ട് മുച്ചിലോട്ട് കളിയാട്ടത്തിന് വന്നിരിക്കുകയാണ്. എവിടെയാ പാർക്കിംഗ് അറിയില്ല. നല്ല കയറ്റും. അമ്മ പറഞ്ഞ നല്ല കയറ്റം പറയാൻ പറഞ്ഞു. നല്ല കയറ്റമുണ്ട്. അങ്ങോട്ട് പ്രവേശനം ഇല്ലാന്ന് എഴുതിയിട്ടുണ്ട്. എവിടെ പാർക്കിംഗ്? കുറെ പോണം. പാർക്കിംഗ് ഇല്ല. പാർക്കിംഗ് ഇല്ലാത്ത വഴിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ശരിക്കും ഒരു ഫാമിലി വ്ളോഗർ ആയത്. അച്ഛൻ അഡ്വഞ്ചറസ് ആയിട്ടുള്ള വഴികളിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പലാടയാ? കയറ്റമുണ്ട്. ഇവിടുന്ന് അമ്പലത്തിലേക്ക് പോകുന്നു. ഇറങ്ങാൻ പക്ഷെ നല്ല സുഖമുണ്ട്. കയറാൻ കുറച്ച് പണിയായിരുന്നു. നമ്മ ഓർമ്മകളായ വറക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്ന പണ്ട് വന്നിട്ട് ചിലപ്പോ അപ്പുറത്തെ കൂടെ വന്നിട്ടുണ്ടാവില്ല. വണ്ടിയിൽ വന്നു. അതുപോലെ തന്നെ അപ്പുറത്തേക്കൂടെ വന്നു, ഇപ്പുറത്തേക്കൂടെ വന്നു. എത്രയോ കൊല്ലം അന്നേരത്തെ തുരുത്തിയറയൊക്കെ ദൈവം കളിയാട്ടം ഉണ്ടായിരുന്നു. അത് 45 കൊല്ലം അങ്ങോട്ട് മുന്നോട്ടുണ്ടായിരുന്നു. നടക്കണ്ട അല്ലേ? അതന്നെ നടന്നതായിട്ട് തന്നെ ഓർമ്മയില്ല എനിക്കത്. എവിടെയാണ് നടക്കേണ്ടതല്ലേ? ഇതിലിപ്പോ ഉണ്ടാക്കിയാന്ന് തോന്നുന്നല്ലേ? നല്ല രസമുണ്ടല്ലേ? ചളിയിലെ കൂടെ നടക്കേണ്ട ആവശ്യമില്ല. രാത്രിക്കെല്ലാം ഫുള്ള് ലൈറ്റ് ആയിരിക്കും. നല്ല കോൺക്രീറ്റിന്റെ റോഡാക്കിയിട്ടുണ്ട്, കനത്തിലാക്കിയിട്ടുണ്ട്. അന്നെ അവര് പറഞ്ഞ പോകുമ്പോ ഇതേ കൂടെ പോട് എന്ന തണലും കിട്ടുന്നു. കണ്ടത്തിലെ വെയിലില്ലേ, കേറാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്. അതാ നന്നായിട്ടില്ലേ വീഡിയോ? നല്ല പുഴ, പുഴയുടെ പകുതിയിലുള്ളൂ. ഒഴുകിങ്ങനെ ഒഴുകുന്ന പുഴ. ഏതോ കാട്ടിലേക്ക് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ കുറെ കണ്ടു
മറ്റേ സൈഡിൽ കാടും കടലും സെറ്റാണ്. കാസർഗോഡിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ വശക്കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെടുകയാണ് അമ്മയും മുത്തും. കുണ്ടും കുഴിയും നിറഞ്ഞ ഇട റോഡുകളിലൂടെ അച്ഛൻ സാഹസികമായി വണ്ടി ഓടിക്കുന്നു. ഈ റോഡിന് വികസിച്ച് വരണം. നല്ല ഇപ്പൊ ഉദ്ഘാടനം ചെയ്ത രാമഞ്ചിറ പാലം. അതാണത്. ഉച്ചിലോട്ടേക്കുള്ള വഴി ഇതന്നല്ലേ നല്ലത്. അടുത്ത് റിസോർട്ട് പോലത്തെ എന്തെങ്കിലും വണ്ടി കയാക്കിങ്ങിന് വന്നിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ ദേക്കോ മമ്മി അങ്ങോട്ട് പോലെ കുരിപ്പ ഇപ്പുറത്ത് വഴി അല്ല അപ്പുറം വഴിയാണ്. അയ്യോ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. ഏതാ മുട്ടി കുഴപ്പമില്ല. യെസ് ഗൈസ്, സുധീഷുണ്ട്, മമ്മിയുണ്ട്, മുത്തുണ്ട്, സൂര്യനുണ്ട്, സൺസെറ്റ് ഉണ്ട്. വെള്ളത്തിൽ ഇത് വീണാ പോയിക്കും അല്ലേ ഫോൺ. ഇങ്ങി തപ്പേണ്ടി വരും. കിട്ടില്ല വ്യൂ ആണ് ഗൈസ്. ഈ നല്ലൊരു ഉപകാരമായിരിക്കും. ഇതിനകത്ത് വെള്ളമുണ്ടെന്ന് തോന്നുന്നു. ഇതെല്ലാം കണ്ടൽക്കാടുകളാണ്. കയ്യൂർ കായലിലെ കണ്ടൽക്കാടുകൾ. തോയ മുത്തു അല്ല ഒരു കാര്യം ചെയ്യും. ഗായ്സ്, നമ്മളിപ്പോൾ കൗവായി കായലിലല്ലേ. and it's a beautiful lake and sunset here. അയ്യോ ഇതാരല്ലോ പോതോക്ക്. നമ്മിപ്പോൾ അവരെ ഇടിച്ചിടും. നല്ല പോ ശരിക്കും ഇടിക്കാൻ പോന്നു. പക്ഷെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. നിങ്ങൾ വഴി തെറ്റിട്ടാ പോന്നേ. കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഫോട്ടോ എടുക്കാം. അത് വൻ സീന്. നിങ്ങൾ ഇപ്പം ഇതിലേ വന്ന സൺസെറ്റിൻ്റെ അതിലേ തോണിയിൽ വരുന്നുണ്ടാവും. ഇതിൻ്റെ അതിലേ കിട്ടും. ഞാൻ അവര് വരുന്ന എടുക്കുന്നുണ്ട് തുഴഞ്ഞു കഴിഞ്ഞിട്ട് അതിൽ കൂടി. ഇത് കണ്ടൽക്കാടുകളാണ് കായലിലെ. നമുക്കിപ്പം ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് പോകണം. ആൾ താമസമൊന്നുമില്ല. അതൊരു പോസ്റ്റ് കാർഡ് പോലെ തന്നെയുണ്ട് ശരിക്കും. ഇവിടെ നോക്കിയാൽ ഇത് അമ്മയും സുധീഷും ഭയങ്കര പ്രോ ആയിട്ട് തുഴഞ്ഞു പോകുന്നത്. എങ്ങോട്ടാ പോകുന്നേ? രണ്ടാളും മറ്റേ സ്ഥിരം വരുന്ന വഴി കണക്ക് പോകുന്നുണ്ടല്ലേ. നിങ്ങൾ രണ്ടാളും സ്ഥിരം അറിയുന്ന വഴി കണക്കാണല്ലോ പോന്നേ. അങ്ങനെ ഇരിക്കാവോ? അപ്പൊ അധികം ഇതാക്കല. അങ്ങ് കാണുന്ന കണ്ട ഒരു ബുഷായിട്ടുള്ള കാട്. ആ കണ്ടൽക്കാടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. പക്ഷെ നല്ല ദൂരമുണ്ട്. അയ്യോ കുറേ തുഴയാനുണ്ട്. അറിയില്ല നമുക്ക് നടുവേന നിൽക്കണ്ടോ? അവിടെ കണ്ടൽക്കാട് അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഡ്രോൺ ഷോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു മുമ്പ്. വൻ ലുക്കാണ്. ഇറങ്ങി നോക്കുന്നല്ലേ. പിന്നെ ഇത് താത്തിട്ടാ എന്നിട്ട് വേണം പോകാൻ വേണ്ടി. കുറേ ആൾക്കാർ പോകുന്നു. അപ്പം അതൊക്കെ തുഴി നല്ലോണം ആഴത്തിൽ തുഴി. ഒരു കൈ അതിൽ തുഴി, ഒരു കൈ തുഴി. ഒന്ന് അതിലേക്ക് തുള്ളി. നല്ലോണം. യെസ് യെസ്
യെസ്. റൈറ്റ് സൈഡിൽ. കുഴപ്പമില്ല മുട്ടിയാലും തിരിച്ചു പോയിക്കോളും. തുഴ മാറ്റും തുഴ മാറ്റും. മുട്ടിയാലും തട്ടി പൊക്കോളും, കുഴപ്പമില്ല. എന്നാ തമിഴിൽ സംസാരിക്കുന്ന ഒരാള്, നമ്മുടെ നാട്ടിൽ തമിഴ് സംസാരിക്കുന്ന ടൂർ ഗൈഡോ? അതെന്താ സംഭവം? അത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇതിനകത്ത് അത്ര കിട്ടുന്നില്ല. അവിടെ എത്തുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവുമായിരിക്കും. അവിടെ കുറേ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അവിടെ അപ്പുറത്തൊക്കെ വേറെ കയാക്കിങ് ഉണ്ട്. ഇത് മാത്രമൊന്നല്ല, അത് ആ സൈഡിലതൊന്ന്. ചിലപ്പോൾ അവിടെയും പോകുന്നുണ്ടോ ഇതുപോലെ ആൾക്കാർ. ഞാൻ വിചാരിച്ചു ഇന്ന് വർക്കിംഗ് ഡേ അല്ലേ, ഒറ്റ കുഞ്ഞിടാലോ വെറുതെ ഇരിക്കുന്നേക്കുന്നു. അപ്പം നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് അവരെവിടെ തുഴഞ്ഞ് അങ്ങ് എത്തി. അമ്മേനെ സുധീഷിനെയും കണ്ടതോ ദൂരെ. നമ്മൾ അവരെ പിടിക്കട്ടെ ഗൈസ്, എന്നിട്ട് വരാം. നല്ല സുഖമുണ്ട്, ശാന്തം സൗണ്ട് പോലെ തന്നെ ഒന്നല്ല തോച്ചിട്ട് പോകുന്ന. ശരിയാണല്ലോ, അവർക്കൊരു എക്സ്ട്രാ പോക്കുള്ളൂ. അതിന് വെയിറ്റ് കുറക്കണോ? അതുമാത്രം വണ്ടി എത്തി പോകുന്നുണ്ടല്ലോ. ചെരിഞ്ഞ് ഞാൻ ക്യാമറ സെറ്റ് ആക്കിയതാ ഇങ്ങോട്ടേക്ക്. ഇരുട്ടത്ത് പോവാൻ മിക്കവാറും ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എവിടെയെങ്കിലും പോയി ഇറങ്ങിട്ട് ആടുന്ന ഓട്ടോറിക്ഷ പിടിച്ചു പോവാ. അല്ല എങ്ങനെ മനസ്സിലാവും ഇപ്പൊ ഇതാടെയാന്ന്? ആരോ കൂക്കുന്നുണ്ട്. സൂചി ആരാ കൂക്കുന്നത്? തിരിഞ്ഞു നോക്കിയേ, തിരിഞ്ഞു നോക്ക ആരാന്ന്. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട കണ്ടൽക്കാടിലേക്ക് ഇതാ എത്തുന്നതാണ്. ആക്ച്വലി പറഞ്ഞാൽ നല്ല രസമുണ്ട്. ഇതിൽ എത്ര കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കുറേ തുഴഞ്ഞിട്ട് ടയേർഡായെങ്കിലും ഇവിടെ എത്തുമ്പോൾ അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ പറയുന്നത് ഈ വെള്ളത്തിൻ്റെ ആഴം അത്ര ഭയങ്കര ഡെപ്തൊന്നുമില്ല, ഒരാൾക്ക് നോക്കേണ്ട കാര്യം. ഇപ്പം നോക്കി നമ്മളെ നാട്ടിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ. ഏതാ മുത്തു ചെരിയുന്നു? അങ്ങോട്ട് നോക്കിയിട്ട് കണ്ണാണില്ല. അമ്മ മറ്റേ ഓർമ്മകളായി ഓർക്കുന്ന തോന്നല്ലേ പണ്ടത്തെ. ഏകദേശം പോലെ ഉണ്ടോ? കോരി പുറത്തിട്ടാലേ ഇങ്ങനെ ശരിക്കും വെള്ളം തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞപ്പോ അത് തിരിയില്ല സാധനം, അത് ചൊറിയെന്നാ പറയുന്നത് തൊട്ടാല്. നമുക്ക് ആ സൈഡിലേക്ക് പോയിട്ട് വീഡിയോ എടുക്കണം. അവിടെ സൺസെറ്റ് ഒക്കെ നല്ല രസം. കാണാൻ തന്നെ ഉണ്ടല്ലേ.
മുട്ടോളെ വെള്ളമില്ലോ മുട്ടോളും ഇല്ല ഇറങ്ങിയേക്കുന്നത് ഫോട്ടോയുടെ സൈഡിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ വന്ന തോണി. നമ്മൾ തിരിച്ചു പോലെ നമുക്ക് ജാക്കറ്റ് ഇട്ട് കൊടുക്കുന്നു സുരേഷ്. ഇതാ ഒറ്റക്ക് ജാക്കറ്റ് ഇടുന്ന മുത്തു. അതപ്പുറം ഇങ്ങനെ ഉണ്ടായിരുന്നു മുത്തു. ഇങ്ങനെ ഉണ്ടായിനി. നല്ല രസമുണ്ട്. നല്ല നല്ല കാം കൂൾ. വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലതല്ലേ ഇതിലുള്ള കൈയിട്ട്? എങ്ങനെ ഉണ്ടായി? കാഞ്ഞമ്പത്ത് എങ്ങനെ ഉണ്ടായി? അല്ല മൊത്തത്തില് ഇത് നല്ലല്ലേ, സൂപ്പർ. നമ്മളെ നാട്ടിൽ തന്നെ അടിപൊളി സ്ഥലം ഉണ്ടല്ലേ. പിന്നെ അല്ലാണ്ട് ഇതൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ ഹോട്ടലിൽ വരുന്നു. നമ്മക്ക് തന്നെ ഒരു വെറൈറ്റി സാധനം അല്ലേ. ഇതവിടെ ടൈറ്റ് ആക്കണ്ടല്ലോ. സ്വന്തം തോണി സ്വന്തമായിട്ട് ഊരി എടുക്കുന്ന സുധീഷ്. ഇവര് നല്ല പരിചയം ഉണ്ടല്ലോ തോണി ഊരിയിട്ട് തോണി ഇട്ടിട്ടുള്ള. സ്വന്തം തോണി ഇറക്കുന്ന സുധീഷ്. തുഴയായിട്ട് പോന്ന അമ്മ. നമ്മളെ തോണി ഒറ്റക്ക് ഇറക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ തിരിച്ചുള്ള തുഴയില തുടങ്ങട്ടെ. കളകളാരവം മുഴക്കുന്ന കിളികളുടെ നടുവിലൂടെ കവായി കായലിന്റെ ഓളങ്ങളിൽ എങ്ങോട്ടേക്കാ നീങ്ങി പോകുന്നു? ഏത് കരയിലെ പാട് മാന ഓഹോയ് ഓഹോയ് റൈറ്റ് സൈഡിലേക്ക് തൊഴുത്തു. ഇങ്ങോട്ടേക്കല്ല, അപ്പുറത്തേക്ക്. ഇത് കാറ്റത്ത് പോകുന്ന തുഴഞ്ഞിട്ട് പോകുന്നതല്ല. തുഴഞ്ഞിട്ട് ഇത്തിരിയേ പോകുന്നില്ല, കാറ്റത്ത് ഒറ്റ പോക്കാം. അതോ എന്നാ മീറ്റ് ആയിരിക്കും. എന്നാക്കണ്ടേ? എങ്ങോട്ടാക്കണ്ടേ? എവിടെ റെഡ് സിഗ്നല്? ഓ, അതിനാ അവരാ കൊടി വെച്ചിട്ടല്ലേ. അത് നോക്കി വന്നോന്ന്. ശരി, നല്ല കാര്യം. എന്നാ ഇപ്പൊ ശരി. തോഞ്ഞോ ജാക്കറ്റ് ഒരു ലുക്കില്ല അല്ലേ? ജാക്കറ്റ് ലുക്കില്ല ഗൈസ്. ബാക്കിയെല്ലാം ഓക്കെ മാറ്റി കൊടുല്ലേ. അല്ലെ കളറില്ലാത്ത വല്ല ജാക്കറ്റും കൊണ്ടുവന്നു. സൂര്യൻ പോയി ഇരുട്ടാവും. ടോർച്ച് അടിച്ചിട്ട് പോകേണ്ട ഒരു പേര്. ലൈറ്റ് ഉണ്ടോ കയാക്കിന്? ബാക്കെല്ലാം നനഞ്ഞു ഗൈസ്. ഇനി ഒന്ന് കാര്യമായിട്ട് തുഴയട്ടെ, അല്ലെങ്കിൽ ഇരുട്ടാവുന്നതിന് മുമ്പ് എത്താൻ പറ്റും. അച്ഛൻ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നു. അമ്മ കുറച്ച് ഉടയാത്തതായതുകൊണ്ട് അരിയുണ്ട്. മുത്ത് ഉള്ളി ചമ്മന്തി ഉണ്ടാക്കുന്നു. വൻ കുക്കിംഗ്. ഇതെല്ലാം ആര് കഴിക്കലെന്ന് ഞാൻ ആലോചിക്കുന്നു. പറയാം
കപ്പ ബിരിയാണി അടിപൊളിയായിരുന്നു ഗൈസ്. കഴിക്കുന്ന തിരക്കിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സന്ധിക്കും വരേക്കും.